നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന ADMന്റെ കുടുംബത്തിനോട് പാർട്ടി കാണിക്കുന്ന നീതി നിഷേധം തന്നെയാണ്. സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് പറയുകയും അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ട കാര്യത്തെ എതിർക്കുകയും ചെയ്യുന്നതിലൂടെ CPMന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട്. ഇതോടെ പാർട്ടിയുടെ ഒരു സഹായവും വേണ്ട എന്ന നിലപാട് കടുപ്പിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. തന്റെ ഭർത്താവിന്റെ നീതിക്കായി നിയമ പോരാട്ടത്തിനിറങ്ങിയ മഞ്ജുഷ എന്ന ഭാര്യയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പാർട്ടിയുടെ എതിർപ്പുകൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ നവീന്റെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ തെളിവായി അവതരിക്കും. അത്തരത്തിലൊരു അത്ഭുതമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് യാത്രയപ്പ് ചടങ്ങിനെത്തുമ്പോഴും അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുമ്പോഴും നവീൻ ബാബുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 ബാഗുകളെ പറ്റി ഡ്രൈവറുടെ മൊഴിയിലടക്കം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയപ്പോൾ മുതലുള്ള കഥയിൽ ആ ബാഗിനെ കുറിച്ച് പറയുന്നില്ല. മുനീശ്വരൻ കോവിലിനടുത്ത് ഇറങ്ങിയപ്പോൾ നവീൻ ബാബു ആ ബാഗുകളും എടുത്തിരുന്നു. ആ ബാഗുമായിട്ടാണോ അദ്ദേഹം തിരികെ താമസ സ്ഥലത്ത് എത്തിയത്? പിന്നീട് ആ ബാഗ് എവിടെ പോയി? മരണശേഷം മുറി പരിശോധിച്ച പോലീസ് അത്തരത്തിലൊരു ബാഗിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. എങ്കിൽ ആ ബാഗുകളെ പറ്റി എന്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാവുന്നില്ല? ഇവിടെയാണ് ഈ കേസിലെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വന്തം തൊഴിലിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയിരുന്ന നവീൻ ബാബു അവധി ദിവസങ്ങളിൽ മലയാലപ്പുഴയിലെ വീട്ടിലെത്തിയാൽ പോലും ജോലിക്കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. തനിക്ക് ഓഫീസ് സംബന്ധമായി വരുന്ന കത്തുകളും നിവേദനങ്ങളും അടക്കം വീട്ടിലെത്തി വായിക്കുകയും അതിൽ തീർപ്പുണ്ടാക്കാൻ വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക നവീന്റെ ശീലമായിരുന്നു. കൂട്ടത്തിൽ തമിഴിൽ വന്ന ചില കത്തുകൾ തമിഴ് ഭാഷ അറിയാവുന്ന തന്റെ അടുത്ത സുഹൃത്തിനെ കൊണ്ട് വായിച്ച് മനസ്സിലാക്കിയിരുന്നുവെന്നും എന്തിനാണിങ്ങനെ ഓഫീസിൽ വെച്ച് ജീവനക്കാരെ കൊണ്ട് വായിപ്പിക്കാതെ തന്നെ കൊണ്ട് ഇത്തരം കത്തുകൾ വായിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഈ കത്തുകളിൽ എന്ന് അറിയാൻ കഴിയില്ലല്ലോ, എന്തെങ്കിലും രഹസ്യ വിവരമോ രേഖയോ ആണ് എങ്കിൽ ഓഫീസ് അത്ര സേഫ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും കുടുംബം പറയുന്നു. അങ്ങനെയെങ്കിൽ തന്റെ ഓഫീസ് സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന എന്തോ ഒന്ന് നവീന്റെ മനസ്സിനെ അലട്ടിയിരുന്നു എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അത്തരത്തിൽ അന്വേഷണം നീളുകയാണ് എങ്കിൽ തീർച്ചയായും നവീന്റെ മരണത്തിലെ യഥാർത്ഥ സത്യം പുറത്തു വരും. കൂടാതെ നവീൻ മലയാലപ്പുഴയിലെ തന്റെ വീട്ടിലെത്തിയാൽ ഓഫീസ് വർക്കുകൾക്കായി ഉപയോഗിക്കുന്ന മുറിയും നവീന്റെ പേഴ്സണൽ ലാപ്ടോപ്പും അടക്കം അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. നവീൻ അവസാനമായി മഞ്ജുഷയ്ക്ക് ഒരു ഫയൽ കൈമാറിയിരുന്നതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് സത്യമാണ് എങ്കിൽ ആ ഫയൽ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇവിടെ നവീന്റെ മരണം വെറും ഒരു ആത്മഹത്യയല്ല എന്ന ഉത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ആ യാത്രയപ്പ് ദിവസം ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിച്ചു നോക്കിയാൽ കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അതായത് ആ ചടങ്ങിൽ ദിവ്യ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അഴിമതിക്കാരനാക്കി സഹപ്രവർത്തകർക്ക് മുന്നിൽ അധിക്ഷേപിച്ചിട്ടും നവീൻ ബാബു മൗനം തുടർന്നു എന്ന കഥ വ്യാജമാണ് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞതാണ്. ദിവ്യ ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ കഴമ്പില്ല എന്നും തന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടില്ല എന്നും നവീൻ ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞുവെന്നാണ് സഹപ്രവർത്തകർ നൽകിയ മൊഴി. ഈ ഗീത IASന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ അതിനുശേഷം നവീൻ ബാബു തന്റെ ചേംബറിലെത്തി തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന കളക്ടറുടെ മൊഴി മുതൽ കാര്യങ്ങളുടെ ഗതി മാറുകയാണ്. അതായത് ഇവിടെ നവീൻ അങ്ങനെ പറഞ്ഞുവെന്നത് കളക്ടർ ദിവ്യയെ രക്ഷിക്കാൻ പറഞ്ഞ കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 2 ചാൻസസ് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് ഇനി അഥവാ നവീൻ ബാബു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തുമ്പോൾ അഴിമതിക്കാരനാണ് എന്ന് അയാൾ സ്വയം സമ്മതിക്കുമ്പോൾ ഒരു കളക്ടർ ചിരിച്ചുകൊണ്ട് അത് കേട്ട് മൗനമായി നിൽക്കുകയാണോ ചെയ്യുക? സ്വാഭാവികമായും തിരികെ എന്തെങ്കിലും കടുപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ നവീൻ ബാബുവിനെതിരെ നടപടി കൈക്കൊണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ കളക്ടറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഉണ്ടായോ? കുറഞ്ഞപക്ഷം ADMനെ കളക്ടർ ഒന്ന് താക്കീത് ചെയ്യുകയെങ്കിലും ചെയ്തു.
അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വിഷമത്തിലായിരിക്കാം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് വേണമെങ്കിലും നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം. ഇനി രണ്ടാമത്തെ ചാൻസ് നോക്കാം. അതായത് തന്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ തന്നെ ഇകഴ്ത്തിക്കാട്ടുകയും അവഹേളിക്കുകയും കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്ത തന്റെ ഇത്രയും നാളത്തെ സൽകീർത്തിക്ക് കളങ്കം വരുത്തിയ ദിവ്യയോട് ഒരു വാക്ക് പോലും തിരികെ പറയാതെ നവീൻ ബാബു തിരികെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? തന്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ആ നാട് വിടാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇല്ല. എന്നിട്ടും അദ്ദേഹം മൗനമായി ഇരുന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും തിരിച്ചടിക്കാൻ ഉറച്ചു തന്നെയാവണം. ദിവ്യ പറഞ്ഞു കൂട്ടിയതിനൊക്കെയും തെളിവുകൾ നിരത്തി തിരിച്ചടിക്കാമെന്ന ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. ആ രേഖകളുമായി ഒരു പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുകയോ ചെയ്യാൻ ഉറച്ചുകൊണ്ടാവണം നവീൻ ബാബു കളക്ടറെ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ ഇത് മനസ്സിലാക്കിയതോടെ ആയിരിക്കാം ADMനെ ശത്രുക്കൾ ഇല്ലാതാക്കിയത്. ഏതായാലും ഇതിൽ ശാസ്ത്രീയ തെളിവുകൾ അടക്കം വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ അന്വേഷണത്തിൽ മഞ്ജുഷയ്ക്ക് മുന്നിൽ CPMലെ പല ഉന്നതരും മുട്ടുകുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല.